സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അയൽപക്ക കൂട്ടായ്മയിലാണ് നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. ഈ പരിപാടി എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഈ നാട്ടിൽ തന്നെ 2-3 പരിപാടികൾ ഇതേപോലെ അയൽപക്ക കൂട്ടായ്മകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ പരിപാടി അടുത്ത ഞായറാഴ്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിൽ അതിൻ്റെ ടൈം ഷെഡ്യൂളുകളൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ച പരിപാടികൾ അത് 1-2 പരിപാടി കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഈ പരിപാടിയുടെ പശ്ചാത്തലം എന്നും എത്തി അബൂബക്കർ മുസ്ലിയാർ. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. കാരണം ഇസ്ലാമിക പ്രവർത്തന മേഖലയിലും ഇസ്ലാമിൻ്റെ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയും ലോകോത്തര വേദികളിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ക്ഷണിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാന്തപുരം ഉസ്താദിൻ്റെ ഓരോ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും പ്രസ്താവനകളും ഇന്ന് ഇന്ത്യയിൽ തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഒരു കേരള യാത്ര നാം എല്ലാവരും ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള കേരളത്തിലുള്ള മൊത്തം ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം പരിശോധിച്ചാൽ കാന്തപുരത്തിൻ്റെ കേരള യാത്ര എന്ന് മാത്രമേ കാണുകയുള്ളൂ. ഇങ്ങനെ തുടങ്ങി പോസ്റ്റുകളും അതേപോലെ ബാനറുകളും അതുപോലെ ഫ്ലക്സ് ബോർഡുകളും ചുമരെഴുത്തുകളും നോട്ടീസുകളും അതേപോലെ മറ്റുള്ള ബാനറുകളും എല്ലാം ഈ പരസ്യം വിളിച്ചോതിക്കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വരുന്ന 2012 വരുന്ന കൊല്ലം, അഥവാ ഇപ്പൊ ഈ മാസം കഴിഞ്ഞ് ഇനി 2012 ഏപ്രിൽ മാസം 12 മുതൽ 28 ഡേറ്റിലായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കേരള യാത്ര. അതിന്റെ പ്രമേയം, ആ കേരള യാത്രയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രമേയം മാനവികതയെ ഉണർത്തുന്നു എന്നതാണ്. നാം എല്ലാവരും പോസ്റ്ററിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. മാനവികതയെ ഉണർത്തുന്നു എന്ന ഒരു പ്രൗഢമായ പ്രമേയമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഈ കേരള യാത്രയിൽ മുഖ്യമായും ഉയർത്തിപ്പിടിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ 2ാമത്തെ കേരള യാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 1ാമത്തെ കേരള യാത്ര കഴിഞ്ഞു. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പ്രൗഢമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ കേരള യാത്ര നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കേരള യാത്രയുടെ പശ്ചാത്തലം അന്ന് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമുള്ള സംഘടനകളായിരുന്നു. രാഷ്ട്രീയ ചേരിതിരിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞുകൊണ്ട് 2 വിഭാഗമായിട്ട് കളറിന്റെ പേരിൽ, പച്ചയുടെയും ചുവപ്പിന്റെയും മറ്റുള്ള കളറുകളുടെ പേരിൽ ഈ കേരളത്തിൽ ഒരുപാട് സംഘടനകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമുക്കറിയാം കണ്ണൂര് ഒരുപാട് മനുഷ്യ ജീവനുകൾ ഹോമിക്കപ്പെട്ട ഒരു സമയമായിരുന്നു ആ സമയം. ആ സമയത്ത് ഈ അക്രമങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടി, ഈ അക്രമങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പണ്ഡിതന്മാരുമായി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആധികാരിക നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു കേരള യാത്ര സംഘടിപ്പിക്കുകയും അങ്ങനെ പ്രധാനമായും കണ്ണൂരിൽ ഈ നരനായാട്ട്, രാഷ്ട്രീയ നരനായാട്ട് അവസാനിപ്പിക്കാൻ ഈ അന്നത്തെ കേരള യാത്രയോടുകൂടി അത് സംഭവിക്കുകയും ചെയ്തു. മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ എന്ന മുദ്രാവാക്യമായിരുന്നു അന്ന് ഉയർത്തിപ്പിടിച്ചത്. നമ്മുടെ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും എല്ലാം അത് ഏറ്റുപറഞ്ഞു. പക്ഷേ അന്ന് ഇത്രത്തോളം മീഡിയകളും വാർത്താ മാധ്യമങ്ങളൊന്നും പുരോഗതി ഈ സമയത്ത് മനുഷ്യനെ ഉണർത്തണം. അതാണ് മാനവികതയെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ മനസ്സിൽ ധാർമ്മികപരമായ ഒരു ബോധം മനുഷ്യന് ഇട്ടുകൊടുക്കണം. ധാർമ്മികമായ ബോധം, മതപരമായ ഒരു ബോധം മനുഷ്യനില്ലെങ്കിൽ കള്ളുകുടിയുടെ പിന്നാലെ മനുഷ്യൻ പോകും, വീട്ടുകളിയുടെ പിന്നാലെ മനുഷ്യൻ പോകും, അതേപോലെ മാഫിയകളുടെ പിന്നാലെ, മയക്കുമരുന്നിന്റെ പിന്നാലെ മനുഷ്യൻ പോകും. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പത്രത്തിലൂടെ നമ്മുടെ ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ വായിച്ചിട്ടുണ്ടാകുന്ന ഒരു വാർത്ത. അതായത് ഒരു
സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പത്രം നടത്തിയ ഒരു റിപ്പോർട്ട്, ഒരു പഠനം, അഥവാ ഒരു കേരളത്തിലെ ഏകദേശം ഒരു 98% സ്കൂളുകളും ആ പഠനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മനഃശാസ്ത്ര വിദഗ്ധരെയും അതേപോലെ ഡോക്ടർമാരെയും ടീച്ചർമാരെയും ഇങ്ങനെ ഈ വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു പഠനം നടത്തി. ആ സ്കൂളിലെ കുട്ടികളെ വെച്ചിട്ടൊരു പഠനം നടത്തി. പത്രത്തിൽ വന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയം ഗൗരവമായി നാം ഉൾക്കൊള്ളണം. കാരണം ചെറിയ UP സ്കൂളിന്റെ അടിയിൽ LP UP ഈ തലത്തിലാണ് അവർ പഠനം നടത്തിയത്. ഹൈസ്കൂളിലേക്ക് അവർ കയറിയിട്ടില്ല. LP UP തലങ്ങളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ ആ പഠനം നടത്തുന്ന ചർച്ചയുടെ അവസരത്തിൽ മാഷന്മാരും ഡോക്ടർമാരും ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടികൾ അതിനെല്ലാം വ്യക്തമായ മറുപടി പറഞ്ഞു. ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ആ കുട്ടികളോട് ചോദിക്കുകയാണ്. ആ പരിപാടിയിൽ അന്ന് പങ്കെടുത്തത് 40 കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. 40 കുട്ടികൾ പങ്കെടുത്ത ആ പരിപാടിയിൽ ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ ആ ചെറിയ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കള്ള് രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ചെറിയ കുട്ടികളോടാ ചോദിക്കണം, വലിയ മനുഷ്യന്മാരോടല്ല. ഈ ചെറിയ കുട്ടികളോട് ചോദിക്കാണ്, നിങ്ങൾ ആരെങ്കിലും മദ്യം രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ സമയത്ത് മറ്റുള്ള ആളുകൾ, ഡോക്ടർമാരും അതേപോലെ അധ്യാപകരും ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കിക്കുകയാണ്. എന്തിനാ ഈ ചെറിയ കുട്ടികളോട് ഇത് ചോദിക്കണേ? അവരിപ്പോ ഏതായാലും കള്ളുടിക്കൂലെന്ന് ഉറപ്പന്നെയാണല്ലോ. പക്ഷെ ആ ടീച്ചർമാരെയും ആ മാഷന്മാരെയും ആ ഡോക്ടർമാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കൂട്ടത്തിൽ നിന്നും 28 കുട്ടികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ മറുപടി, ഞങ്ങൾ മദ്യം രുചിച്ചു നോക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികളാണത്, LP UP തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ ഉസ്താദിന്റെ കേരള യാത്രയുടെ പശ്ചാത്തലമാണ് പറയുന്നത്. ഇത് നടത്തേണ്ടതുണ്ടോ എന്ന് നാം സ്വയം നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്.